ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം കോച്ചായിട്ട് കുറേ കാലം ഉണ്ടായിരുന്ന തോമസ് ഷോസ് ഈ സീസണിൽ മികാൽ സാറെ സാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻ്ററിംഗ് കോച്ചായിട്ട് മെയിൻ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വരും സീസണിൽ പുള്ളി നമ്മളോടൊപ്പം ഉണ്ടാവില്ല. ക്ലബ്ബ് വിട്ടിട്ട് വേറെ എവിടേക്കല്ല, ISLലെ മറ്റൊരു ടീമിനെ മെയിൻ പരിശീലകനായിട്ട് പരിശീലിപ്പിക്കാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ്. അപ്പോൾ 19 സ്റ്റോപ്പേജ് IFTWC ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഹൈദരാബാദ് FC ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ് തോമസ് ഷോസ്. ഹൈദരാബാദ് FCയുടെ ന്യൂ ഹെഡ് കോച്ചായിട്ട് തോമസ് ഷോസ് 32 വയസ്സുകാരനായ പോളിഷ് പരിശീലകൻ ഏറ്റെടുക്കാൻ പോവുകയാണ് മൾട്ടി ഇയർ ഡീലിൽ നിന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം. എന്തായാലും പുള്ളിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇൻ്ററിംഗ് കോച്ച് എങ്ങനെയായാലും ബ്ലാസ്റ്റേഴ്സിൽ ഹെഡ് കോച്ചായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ ആയി നമ്മുടെ റിസർവ് ടീമിനെ പരിശീലിപ്പിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം പ്രോ ലൈസൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുള്ളിക്കൊരു അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ ഒരു ഹെഡ് കോച്ച് അത് തന്നെയാണ് പുള്ളിയുടെ ഒരു മാറ്റത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഹൈദരാബാദ് FC ആണെങ്കിൽ ഇപ്പോൾ ഒരു മോശം സിറ്റുവേഷനിലാണ്. അപ്പോൾ അവർക്ക് അവിടെ പരിശീലിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തന്നെയാണ് തോന്നുന്നത്. നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളൊരു അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ ഉടനെ സൈൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അറിയാം, സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ കോച്ച് എത്തുമെന്നാണ് മാർക്കസ് മർഗുലോവൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല. കോച്ചിനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ ഫൈനലൈസ് ചെയ്ത് ആരായിരിക്കും പുതിയ പരിശീലകൻ എന്നൊക്കെ അറിയാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കണ്ടറിയാം. വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാൻ. ബൈ.